പക്ഷെ ഞങ്ങൾ പറയുന്നത് ഒരു സമരം നടക്കുന്നു. ആ സമരത്തിലുള്ള ആളുകളെ ക്ഷണിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് കേൾക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മര്യാദയാണ്. ദിവസം നിരാഹാരം ഇരുന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ കൂട്ടത്തോടെ നിരാഹാരം ഇരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അവരെ ചർച്ചയ്ക്ക് വിളിക്കണം. അവരിവിടുത്തെ മലീമസമായ ഇടങ്ങളിൽ കിടന്നുറങ്ങേണ്ടവരല്ല. പഠിച്ചു പാസ്സായി ഈ നാട് പറഞ്ഞതെല്ലാം അനുസരിച്ച് എല്ലാ ക്വാളിഫിക്കേഷനും നേടി അന്തസ്സോടുകൂടി നിൽക്കുന്നവരാണ്. പിൻവാതിൽ നിയമനങ്ങൾക്ക് വേണ്ടി തള്ളിക്കയറിയവരല്ല. റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയിലും നിരവധി ഉദ്യോഗാർത്ഥികളാണ് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഏതായാലും നാളിതുവരെ ഈ ഒരു കാര്യത്തിൽ 32ാം ദിവസം പിന്നിടുമ്പോഴും യാതൊരു തരത്തിലുള്ള നടപടിയും സർക്കാർ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഏതായാലും ഇപ്പോൾ നിരാഹാരം കിടക്കുന്നത് പാലക്കാട് എന്നുള്ള ഉദ്യോഗാർത്ഥിയെ വളർമതിയാണ്. ഈ 8ാം ദിവസവും ഇവരുടെ ഈ നിരാഹാര സത്യാഗ്രഹം പിന്നിടുമ്പോൾ ആരോഗ്യനില തീർത്തും വഷളായ ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള മനു ആണ് എന്റെ കൂടെ ഉള്ളത്. ഈ സമരം 32ാം ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ശരിക്കും ഇത്രയും ദിവസമായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നീക്കം നടക്കുന്നുണ്ടോ? അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഈ സമരം 32ാം ദിവസം തുടങ്ങിയെന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. ഈ സമരത്തിലെ വിദ്യാർത്ഥികളോ യുവാക്കളുടെ ആവശ്യം ഇപ്പോൾ തുടങ്ങിയതല്ല. കഴിഞ്ഞ ഗവൺമെന്റ് കാലം മുതൽ ഇവർ സമരത്തിലാണ്, നിരാഹാര സമരത്തിലാണ്. പക്ഷെ ഇപ്പൊ തുടർച്ചയായിട്ട് ആ ഗവൺമെന്റിനെ മാറ്റിയിട്ടാണ് അവർ വോട്ട് ചെയ്ത് എല്ലാ സാഹചര്യവും കിട്ടുന്നതിനാണ് അവരിപ്പോ പുതിയ ഗവൺമെന്റ് വന്നത്. അപ്പൊ അവരെ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഒരു സമരം നടക്കുന്നു. ആ സമരത്തിലുള്ള ആളുകളെ ക്ഷണിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് കേൾക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മര്യാദയാണ്. ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടു, തുടക്കം മുതലുള്ളതാണ്. അവർക്ക് അവശ്യ നിലയിൽ പോകുമ്പോൾ ഞങ്ങൾ മുഖ്യമന്ത്രിയെ വിളിച്ചു, ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സമയം തന്നില്ല. ഞാൻ പറഞ്ഞു പോയിട്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് ആ സമരം നടക്കുന്ന നിരാഹാരമാണ്. അവരെ വിളിക്കണം, അവരെ ചർച്ചയ്ക്ക് കഴിയണം. ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർക്കൊരു രേഖാമൂലം അവരെ വിശ്വാസത്തിലെടുക്കുന്ന ലെറ്റർ കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. ആ ലെറ്റർ കൊടുത്തു. പക്ഷെ ആ ലെറ്റർ അവർക്ക് വേണ്ട ലെറ്റർ ആയിരുന്നില്ല. ഒരു ലെറ്റർ എഴുതി കൊടുത്തു, ഇന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അവരെ ചർച്ചയ്ക്ക് വിളിക്കണം. അവരിവിടുത്തെ മലീമസമായ ഇടങ്ങളിൽ കിടന്നുറങ്ങേണ്ടവരല്ല. പഠിച്ചു പാസ്സായി ഈ നാട് പറഞ്ഞതെല്ലാം അനുസരിച്ച് എല്ലാ ക്വാളിഫിക്കേഷനും നേടി അന്തസ്സോടുകൂടി നിൽക്കുന്നവരാണ്. പിൻവാതിൽ നിയമനങ്ങൾക്ക് വേണ്ടി തള്ളിക്കയറിയവരല്ല. അപ്പോൾ അങ്ങനെ കയറിയവരെ ഇപ്പോൾ ഗവൺമെന്റ് ഇങ്ങനെ കാണിക്കുന്നത് ഈ സംവിധാനത്തോട് കാണിക്കുന്ന തെറ്റായ നെറുകേടാണ്. ഈ നെറുകേട് വച്ചു പൊറിപ്പിക്കാൻ പോകുന്നില്ല. യുവമോർച്ചയ്ക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഇവരെ ക്ഷണിച്ച് മാന്യമായി വിളിച്ചിരുത്തി അവരോട് അനുഭാവപൂർണമായ തീരുമാനങ്ങൾ എടുക്കുന്ന ചർച്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കണം. വലിയ രീതിയിലുള്ള സമരം തന്നെയാണ്. കാരണം 32ാമത്തെ ദിവസമാണ് PSC നിയമനം വഴിയുള്ള ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഈ ഒരു ഉദ്യോഗം ആഗ്രഹിച്ച് അല്ലെങ്കിൽ പഠിച്ചു വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ തെരുവിൽ കിടന്ന് സമരം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഏതായാലും വലിയ അടുത്ത പ്രതിഷേധം തന്നെ സംസ്ഥാന വ്യാപകമായി നടക്കുകയാണ്. ഉടൻ തന്നെ ഇതിന് ഫലം കണ്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത്. എത്ര ദിവസമായി? ഇവിടെ 32 ദിവസമായി സമരം തുടങ്ങിയിട്ട്. വളർമതി ടീച്ചർ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ സമരത്തിലേക്ക് 8ാം ദിവസം നിരാഹാര സമരം, അനിശ്ചിതകാല നിരാഹാര സമരം. 8 ദിവസം നിരാഹാരം ഇരുന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ കൂട്ടത്തോടെ നിരാഹാരം ഇരിക്കാൻ തീരുമാനിച്ചു. 25ഓളം ടീച്ചർമാർ ഒരുമിച്ച് അനിശ്ചിതകാലത്തേക്ക് നിരാഹാരം തുടരാനാണ് തീരുമാനമായിരിക്കുന്നത്. ശരിക്കും ഇത്രയും ദിവസമായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണവും ലഭിക്കാത്തതിൽ എന്താണ് പറയാനുള്ളത്? സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. ഞങ്ങളെ ലിസ്റ്റ് വന്നിട്ട് ഇപ്പോൾ ഒരു 14 മാസമായി. 4 ജില്ലകളിൽ 1ാം റാങ്ക് പോലും ജോലി കയറിയിട്ടില്ല. ബാക്കിയുള്ള ജില്ലകളിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായ നിയമനമല്ലേ? അതെ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വന്ന ലിസ്റ്റാണ്. വലിയ രീതിയിൽ നിയമനം നടന്നിട്ടില്ല. ഇപ്പൊ ഈ സർക്കാരിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും നടക്കാത്ത സ്ഥിതിയാണ് ഉള്ളത്. അതായത് ഒരു സർക്കാർ കഴിഞ്ഞ് രണ്ടാമതൊരു സർക്കാർ കൂടി വരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ശരിക്കും നിരുത്തരവാദപരമായി തന്നെയാണ് ഈ ഒരു കാര്യം. ഞങ്ങൾക്ക് സർക്കാരിൽ പ്രതീക്ഷയുണ്ട്, എന്തെങ്കിലും നടപ്പിലാക്കി തരുന്നു. അതെ, ഏതായാലും പ്രതികൂലമായ കാലാവസ്ഥയാണ്, ശരിക്കും വൃത്തിഹീനമായ സാഹചര്യമാണ്. അവിടെയാണ് ശരിക്കും നിങ്ങൾക്ക് ഒരു ചെറിയ ഷെൽട്ടർ പോലും ഒരുക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ നിൽക്കുന്നത്. തെരുവിലാണ് രാത്രി പകലന്തിയോളം കഴിയുന്നത്. ഇത്രയും ബുദ്ധിമുട്ടി നിന്നിട്ടും ഭാവിയിലെ അധ്യാപകരാണ്. എന്നിട്ട് പോലും ഒരു
ഞങ്ങൾക്ക് അനുകൂലമായ നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. വളരെ പ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:25 ആക്കുക. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട 2 അധ്യയന വർഷം നഷ്ടപ്പെട്ടു, നിയമനം നടന്നില്ല, അത് തിരിച്ചു നൽകുക. ഇതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. ഇവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയട്ടെ എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് പങ്കുവയ്ക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത്. കാരണം ഈ ഉദ്യോഗാർത്ഥികൾ പ്രതികൂലമായ കാലാവസ്ഥയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സെക്രട്ടേറിയറ്റ് പടിക്കൽ തെരുവിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അവയിലെ അധ്യാപകരാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സമരമുഖത്ത് നിൽക്കുന്നത്. ഏതായാലും ഇവർക്ക് ആശ്വാസകരമായ നടപടി കൊടുക്കാൻ ഈ സർക്കാരിന് കഴിയട്ടെ എന്നാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്.